പ്രാർത്ഥനകൾ വിഫലം. ശ്രുതി വീണ്ടും തനിച്ചായി. വയനാട് വെള്ളാരംകുന്നിൽ വാഹനാപകടത്തിൽപ്പെട്ട ജെൻസൺ മരണത്തിന് കീഴടങ്ങി. എന്തു വന്നാലും ഇവളുടെ കൂടെ ഞാനെന്നും ഉണ്ടാകും. ജെൻസന്റെ വാക്കുകൾ. രാപ്പകൽ കൂട്ടിരുന്ന് അവളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതാണ് ജെൻസൺ. ശ്രുതിക്ക് കൂട്ടായി ആകെ ഉണ്ടായിരുന്നത് പ്രതിശ്രുത വരൻ ജെൻസൺ മാത്രമായിരുന്നു. ദുരന്തങ്ങളുടെ പെരുമഴയായിരുന്നു ശ്രുതിയുടെ ജീവിതത്തിൽ. മാതാപിതാക്കളും സഹോദരിയും ബന്ധുക്കളും ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞുപോയി. ഉരുൾപൊട്ടുന്നതിന് മുമ്പ് ശ്രുതിയുടെയും ജെൻസന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. വിവാഹത്തിന് 1 മാസം മാത്രം ശേഷിക്കെ എല്ലാം നഷ്ടമായ ശ്രുതിക്ക് ദുരിതാശ്വാസ ക്യാമ്പ് മുതൽ ആശ്വാസമായത് പ്രതിശ്രുത വരൻ ജെൻസൺ മാത്രമായിരുന്നു. 10 വർഷമായി അവർ പ്രണയത്തിലായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ആ വലിയ ദുരന്തത്തിൽ നിന്നും അവളെ തകർന്നു പോകാൻ അനുവദിക്കാതെ കൂടെ തണലായി നിന്നത് ജെൻസൺ ആയിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും മരണാനന്തര ക്രിയകൾ കഴിഞ്ഞ് ജെൻസണും ശ്രുതിയും ചെറിയൊരു വിവാഹം നടത്തണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. ഈ സമയത്താണ് ഇത്ര വലിയ ആക്സിഡന്റ് ഉണ്ടായത്. ശ്രുതി കാലിൽ ആണ് പരിക്കേറ്റത്. പക്ഷേ ജെൻസൺ ഗുരുതരാവസ്ഥയിൽ ആയിരുന്നു. രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ മരിച്ചുപോയി. ജെൻസൺ ശ്രുതിയെ തനിച്ചാക്കി ഈ ലോകത്തോട് വിട പറഞ്ഞു. ശ്രുതി ഇതുവരെ ജെൻസൺ മരിച്ചത് ഒരുപക്ഷെ അറിയിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെയാണ് ശ്രുതിയോട് ജെൻസൺ മരിച്ചത് പറയുക. എന്തു പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും? ജെൻസൺ മുന്നേ പറഞ്ഞത് ഓർക്കുന്നു. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇവൾക്ക് ആരുണ്ടാകും എന്ന വിഷമമേ അവനുള്ളൂ. അറം പറ്റിയ പോലെയായി വാക്കുകൾ. നമ്മൾ എല്ലാവരും യാത്ര ചെയ്യുന്നവരും വണ്ടി ഓടിക്കുന്നവരുമൊക്കെയാണ്. ചില സമയത്ത് വേഗം എത്തണം എന്ന ചിന്ത മാത്രമേ നമുക്കുണ്ടാവൂ. ധൃതി പിശാചിൽ നിന്നുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട്. ജോലി ചെയ്യുന്നിടത്തേക്ക് കൃത്യസമയത്ത് എത്തണം എന്നൊക്കെ വിചാരിച്ചും നമ്മൾ ചിലപ്പോൾ സ്പീഡിൽ പോവാറുണ്ട്. ഒരിത്തിരി നേരം വൈകിയാലും നമ്മൾ മെല്ലെ പോവുക. ചിലപ്പോൾ ജോലി സ്ഥലത്ത് നിന്ന് ചീത്ത കേൾക്കാം. സാരമില്ല, സ്പീഡിൽ പോയിട്ട് നമ്മുടെ ജീവൻ പോവില്ലല്ലോ. എന്തായാലും ആ കുട്ടിക്ക് ദൈവം ക്ഷമയും സമാധാനവും നൽകട്ടെ. നമുക്കെല്ലാവർക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന എല്ലാറ്റിനുമുള്ള ഒരു സമാധാനമാണ്. ആ പൊന്നുമോൾക്ക് മനസ്സിന് താങ്ങാനുള്ള കരുത്ത് നൽകണേ ദൈവമേ.